പാലക്കാട് എന്നൊരു വാർത്ത വരുന്നു. അമിത വേഗതയിലെത്തിയ കാർ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. കോയമ്പത്തൂരിൽ നിന്നെത്തിയ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടമുണ്ടാക്കിയത്. നിർത്താതെ പോയ വാഹനം കഞ്ചിക്കോട് വെച്ച് പോലീസ് പിടികൂടി. 3 അംഗ സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ശ്രീജിത്ത് ശ്രീകുമാരുണ്ട്. ശ്രീജിത്ത്, എവിടെയാണ് ഈ അപകടമുണ്ടായത്? ഈ യുവാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസിനെയും വെട്ടിച്ച് രക്ഷപ്പെടുന്ന എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ? സംശയമുണ്ടോ അക്കാര്യത്തിൽ? അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ തമിഴ്നാട്ടിൽ ലഭിക്കാത്ത ഇനം ബ്രാൻഡ് ബിയർ വാങ്ങാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന സംഘമാണ്. കോയമ്പത്തൂർ ഉക്കടത്ത് നിന്നാണ് ഇത്തരത്തിൽ കാറിൽ ചുവന്ന ഒരു സ്വിഫ്റ്റ് കാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാറിൽ അവർ പാലക്കാട്ടേക്ക് എത്തിയത്. ഇങ്ങനെ പാലക്കാട്ടേക്ക് എത്തി ഈ പാലക്കാട്ടെ ഒരു ദേശീയപാതയ്ക്ക് സമീപത്തെ ബിയറേജിൽ നിന്ന് ഇത്തരത്തിൽ മദ്യം വാങ്ങിച്ച് ഈ ബിയർ വാങ്ങിച്ച് അതിൽ 1-2 കുപ്പി ഇവർ തന്നെ കുടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സൽമാൻ, ഉക്കട സ്വദേശി സൽമാൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കൂടാതെ ബികാസ് എന്ന അദ്ദേഹത്തിന്റെ കടയിലെ ജീവനക്കാരൻ ാണ്. ഈ 3 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇങ്ങനെ വാലിപ്പറമ്പ് റോഡിൽ വെച്ച് അച്ഛനും മകനും സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടർ ഇവർ ഇടിച്ച് തെറിപ്പിച്ചു. ഭാഗ്യം കൊണ്ട് അവർക്ക് കാര്യമായൊന്നും പറ്റിയില്ല. എന്തായാലും കഞ്ചിക്കോട് വെച്ച് പോലീസ് പിടികൂടി. പക്ഷേ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഈ സൽമാന്റെ സഹോദരൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ശരി, തമിഴ്നാട്ടിൽ കിട്ടാത്ത മദ്യം കേരളത്തിൽ വന്ന് വാങ്ങി കഴിക്കാം എന്നതാണ്. അവരാണ് ഈ അമിത വേഗത്തിലെത്തിയത്. പോലീസിന്റെ ചെക്കിങ്ങിനെ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ചു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിരത്തിലുണ്ടാക്കിയത്. ശ്രീജിത്ത് ശ്രീകുമാരാണ് വിശദാംശങ്ങൾ നൽകിയത്.